ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങു പിറന്നു പണ്ടിളം മൂളം പൂക്കിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ, ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ, പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. എങ്ങടാ പോവേണ്ടിന്ന് പറഞ്ഞില്ല. നേരെ പോയ കമ്പോളാ, ഞാൻ അവിടേക്കാ. അതല്ല, നിങ്ങൾക്ക് ഈ വഴിയാ പോകേണ്ടിച്ചാ ഇവിടെ ഇറങ്ങണം. ഇവിടെ ഇറങ്ങാം. എത്ര നാൾ കാണും ഈ കരയില്? അങ്ങനെയൊന്നുമില്ല. ആളുകൾ കൂടുന്നിടത്ത് പരിപാടികൾ കാണിക്കും, പിന്നെ അടുത്ത സ്ഥലം തേടി പോകും. അത് കയ്യിൽ തന്നെ വെച്ചോളൂ. ചരക്കും കൊണ്ട് പട്ടണത്തിലേക്ക് പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൂലി ചേർത്താ വാങ്ങിക്കുക. രാത്രി തിരിച്ചേതായാലും ഒറ്റയ്ക്ക് പോരും. കൂട്ടിന് ആളായാലോ എന്ന് കരുതി. അതിനിപ്പോ കുഞ്ഞാപ്പിക്ക് കൂലിയൊന്നും വേണ്ട. പൂത്തുലഞ്ഞിടും മീച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാര കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാകും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം.
എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ കൊട്ടാരം? തൽക്കാലം നമുക്ക് ഇവിടെ താമസിക്കാം. ഒരു ദിവസം ഒരു വലിയ 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 കൊട്ടാരം പണിത് ആ 3 പേരും കൂടെ വഴക്കൂടി ഇന്ന് എന്നെ പൊട്ടിച്ചാളണം കേട്ടോ. നാളെ വാങ്ങി തരുമോ? എങ്കിൽ പൊട്ടിക്കാം. സുന്ദരിക്കോതയുടെ പൂതി. 2 കിലോ അരി 1 കിലോ വെഞ്ചാര, പരിപ്പ് 100, പയറ് 100, മുളക് 100, മല്ലി 100, ഒരു കെട്ട് പപ്പടം, ഉപ്പ് 2 കിലോ, വെളിച്ചെണ്ണ 100, ചായപ്പൊടി 100. ആ ഉണക്കമീനുണ്ടോ? ഒക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാരും കൂടെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ എടുത്തു തരാനാ? ഒറ്റ കൈയല്ലേ ഉള്ളൂ. അപ്പൊ മറ്റേ കൈ എന്താ വിൽക്കാൻ വെച്ചിരിക്ക? ചേട്ടാ എനിക്കൊന്നും വാങ്ങി തരൂല്ലേ? ഉണ്ണിക്കുട്ടന് എന്താ വേണ്ടത്? ഇതോ എള്ളുണ്ട. ആഹാരം കഴിഞ്ഞിട്ട് വരെ കച്ചേരി. നിന്റെ പാട്ട് കേട്ടാലേ അടുപ്പത്ത് കിടക്കുന്ന അരി വേവത്തില്ല, പണി മുടക്കും. ആയിരം കണ്ണുമാർ കാത്തിരുന്നു ഞാൻ എന്നിൽ നിന്നു പരന്നതെന്നൊരു പങ്കിളി മലത്തെങ്കിളി പങ്കിളി മലത്തെങ്കിളി. അമ്മക്കുട്ടി, നീ സുന്ദരി കോത തന്നെ. വാ. ആകാശങ്ങളിലിരിക്കുന്ന നല്ലവരായ ദൈവങ്ങളെ എന്നും എല്ലായ്പ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. കഴിക്കാം. ഏയ്, ആഹാരം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താൻ ക്രിസ്ത്യാനിയല്ലേ? അതെ. എന്നിട്ടാണോ ഈ പോക്കറ്റ് കാണിച്ചത്? പോക്കറ്റ് തരോ? എടോ, ഈ സ്ഥലം ഏതാണെന്നറിയാവോ? പള്ളി വകയാ, മനസ്സിലായോ? ദേ ആ കാണുന്ന മൊനമ്പ് വരെ പള്ളിയുടെയാ. ഓഹോ. ഓഹോ, പള്ളി പോയ സ്ഥലത്ത് ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ചുമ്മാ കയറി പൊറുതി തുടങ്ങുക. പോക്കറ്റ് തരം നല്ലടോ ഇതിന് പറയുക. അല്ല, അത് പിന്നെ അറിയാതെ. എന്നാ ഇപ്പൊ അറിഞ്ഞല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ ഇതൊക്കെ പൊളിച്ച് മാറ്റി വേറെ സ്ഥലം വിട്. അല്ലച്ചോ, 4-5 ദിവസം അത്രേ ഞങ്ങൾ ഇവിടെ കാണൂ. അതുവരെ വെയിലും മഴയും കൊള്ളാതെ കിടക്കാൻ ഇടം, അത്രേ ഉള്ളൂ. പള്ളി വക സ്ഥലത്ത് അങ്ങനെ ഇപ്പൊ വെയിലും മഴയും കൊള്ളാതെ കിടക്കണ്ട. തനി വന്നേ. ദേ ആ മുനമ്പ് കണ്ടോ? ഇതെല്ലാം ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റി ആ മുനമ്പിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി കൂരയോ കൊട്ടാരോ കുറുപൊടിയോ എന്ത് വേണമെങ്കിലും അയക്കൂ. 4-5 ദിവസമല്ല, ഇനി സ്ഥിരമായിട്ട് അവിടെ താമസിച്ചാൽ ആരും ചോദിക്കാൻ പറ്റത്തില്ല. സർക്കാർ വക സ്ഥലമാണ്. അല്ലച്ചോ, ഉടമസ്ഥൻ പള്ളിയായാലും സർക്കാരായാലും ചോദിക്കാണ്ട് കയറി താമസിക്കാന്ന് പറയുമ്പോ അത് 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 പൂക്കൃത്തിലല്ലേ അച്ചോ? താനെന്നെ പഠിപ്പിക്കാൻ വരിക?
അയ്യോ അങ്ങനൊന്നുമില്ല. എന്നാ അങ്ങനൊന്നും വേണ്ട, പറയുന്ന അങ്ങനെ അനുസരിച്ചാ മതി കേട്ടോ. ഈശോ, എന്റെ കാറ്. എന്തൊരു പിള്ളേരടാ മുഴുവൻ നശിപ്പിച്ച്. എവിടെ നിന്ന് ഒപ്പിച്ചോ വെച്ചകളെ? ഇവരെന്റെ മക്കളാച്ചോ. തന്റെ? എന്റെ കുട്ടികളാ. ആ, എന്താ അവന്റെ പേര്? എബി. എബി എബ്രഹാം. എബി ആയാലും കൊള്ളാം, അബ്രഹാം ആയാലും കൊള്ളാം. ഞാൻ കുറച്ച് കഴിഞ്ഞില്ലേ വരും. അപ്പൊ തന്നെയും തന്റെ കുട്ടികളെയും ഈ കൂടാരം ഒന്നുകൂടെ കണ്ടേക്കരുത്. കണ്ടാവണല്ലോ. ആ അവിടെ ഒട്ടന്നെ അങ്ങോട്ട് കിടന്നിക്കോണം. നോക്കി നിൽക്കാത്ത അല്ലടോ തന്റെ പടകളെ കൊണ്ട്. താങ്ക്സ്. മാന്യ മഹാജനങ്ങളെ, ഞങ്ങളുടെ പരിപാടിയിലെ അടുത്ത ഇനം നിങ്ങളുടെ കണ്ണിനും കരലിനും കുളിര് പകരുന്ന മായാജാല പ്രകടനങ്ങളാണ്. മാന്ത്രിക വിദ്യ തട്ടിപ്പാണെന്ന് പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ ആ തട്ടിപ്പിലും ഒരു ശാസ്ത്രമുണ്ട്, കലയുണ്ട് എന്ന് ഞങ്ങളിവിടെ തെളിയിക്കുകയാണ്. ഇതൊരു തൊപ്പിയാണ്. എന്താണ്? തൊപ്പിയാണ്. ഈ തൊപ്പിക്കകം ശൂന്യമാണ്. എന്താണ്? ശൂന്യമാണ്. ഈ തൊപ്പിക്കകത്ത് നിന്ന് ഒരു വെള്ളരിപ്രാവിനെ സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റും. ഈ തൊപ്പിക്കകത്ത് നിന്ന് ഞാനൊരു വെള്ളരിപ്രാവിനെ സൃഷ്ടിക്കാൻ പോവാണ്. ദാ വരുന്നു വെള്ളരിപ്രാവ്. വരട്ടെ, വേഗം വരട്ടെ. ഒരു വെള്ളരിപ്രാവ്. ദാ ഒരു വെള്ളരിപ്രാവ്. അടുത്തതായി തൊപ്പി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് വെളുവെളുങ്ങനെ വെളുത്ത ഒരു മുയൽക്കുഞ്ഞിനെയാണ്. എന്തിനാണ്? വെളുവെളുങ്ങനെ ഒരു മുയൽക്കുഞ്ഞിനെ. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഓ വാ, വെളുവെളുങ്ങനെ വെളുത്ത ഒരു മുയൽക്കുഞ്ഞ്. മുയൽക്കുഞ്ഞ് വരട്ടെ. എല്ലാരും കൈയടിച്ചേ. മുയൽക്കുഞ്ഞ്. ആ പ്രാവ്, മാടപ്രാവ്, വിശുദ്ധിയുടെ ചിഹ്നം. ഈ വെള്ളരിപ്രാവ് എങ്ങനെ വെളുത്ത മുയൽ കുഞ്ഞാകും? വെളുത്ത മുയൽ കുഞ്ഞെങ്ങനെ വെള്ളരിപ്രാവാകും? അയാള് തട്ടിപ്പ് ആകാതിരുന്നാൽ മാജിക്. ഇതാണ് മാജിക്. ഇതിൽ ശാസ്ത്രമുണ്ട്, കലയുണ്ട്. കൈയടിച്ചേ. നമ്മുടെ പരിപാടിയിലെ അടുത്ത ഇനം നിങ്ങൾ ഇന്ന് വരെ ആരും കാണാത്തൊരു അത്ഭുത വിദ്യ. ഈ മാജിക്കും കൊണ്ട് നടന്നാ തല്ലി കിട്ടും, ഉറപ്പാ. ചന്ദ്രേ, നീ നമ്മുടെ മാനം കളഞ്ഞേനെ. അത് പിന്നെ മൊയലിന്റെ കുറ്റമല്ലേ, ഞാനല്ലല്ലോ. അതെ, നമുക്ക് കള്ളത്തരം കാണിച്ച ശീലമില്ല, അതുകൊണ്ടാ. ഇന്ന് ഏതായാലും തടിയും കൊണ്ട് രക്ഷപ്പെട്ടു. നാളെ പുതിയ പരിപാടി വല്ലതും നോക്കാം. കൈയെടുക്കടാ. മിണ്ടരുത്. ആ
എടോ സത്യക്രിസ്ത്യാനി, താൻ ആള് കൊള്ളാമല്ലോടൂ. ഈ വക വേലകളൊക്കെ കയ്യിലുണ്ടല്ലേ? ഞാൻ കണ്ടു തന്റെ മാജിക്ക്. സംഗതി തട്ടിപ്പാണെങ്കിലും തന്റെ പ്രസന്റേഷൻ എനിക്ക് രസിച്ചു. തട്ടിപ്പാണെന്ന് അച്ഛന് മനസ്സിലായോ? പിന്നില്ലാണ്ട്. അതെങ്ങനെയാ അച്ഛോ? അച്ഛന് മാത്രം അത് തട്ടിപ്പാണെന്ന് ഇത്ര പെട്ടെന്ന് മനസ്സിലായി? അത് വേണ്ട, ആ മാജിക്ക് കയ്യിലിരുന്നോട്ടെ, പുറത്തേക്ക് എടുക്കണ്ട. ക്ഷമിക്കണം അച്ഛോ, വയറ്റിപ്പഴപ്പല്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ടാ തന്നെ ഞാൻ കൈയോടെ പിടികൂടാഞ്ഞത്. മാജിക് എനിക്കും താല്പര്യമുള്ള വിഷയമാണ്. താൻ പറഞ്ഞ പോലെ അത് ശാസ്ത്രവും കലയും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ചെപ്പടി വിതലും കാറ്റി നാട്ടുകാരെ പറ്റിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, പള്ളി സ്ഥലത്ത് നിന്ന് എന്റെ കുടലും പ്രമാണമൊക്കെ വിളിച്ച് മാറ്റിയോ? മാറ്റിയച്ചോ. മാറിക്കണം. മറിക്ക് മറിക്ക്. വാ പോവാം. എടോ താൻ പോവോ? മറിക്കോ, മറ മറ. കേറ്, വണ്ടിയെ കേറ്. എടോ, ഈ കുട്ടികളെ തന്നെ ആദ്യം കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എങ്ങനെ തന്റെ ഈ വന്ന് വിട്ടു? അതോ ചോദിക്കേണ്ടത് മറിച്ചായിരുന്നോ? താനെങ്ങനെ ഇവരുടെ ഇടയിൽ വന്ന് വിട്ടു? തെരുവിൽ നിന്ന് കിട്ടിയതാണ് ഇവരെ. അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ, സ്നേഹം എന്താണെന്നറിയാതെ, തെരുവിലെ അഴുക്ക് ചാലുകളിൽ ആർക്കും വേണ്ടാതെ വളരാൻ വിധിക്കപ്പെട്ടവർ, അനാഥർ, ഓർഫൻസ്. വർഷങ്ങൾക്ക് മുൻപ് ഇവരിൽ ഒരുവനായിരുന്നു ഞാനും. ശപിക്കപ്പെട്ട എന്റെ കുട്ടിക്കാലം.
ആ മനുഷ്യൻ എന്റെ ആരുമായിരുന്നില്ല. തെരുവിൽ അനാഥനായിട്ടല്ല ഞാൻ ജനിച്ചത്. ഏതോ ഒരു നാട്ടിൽ സുഖവും സന്തോഷവും നിറഞ്ഞ ഏതോ ഒരു വീട്ടിൽ നഷ്ടപ്പെട്ടുപോയ മകനെ ഓർത്ത് എന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കരയുന്നുണ്ടാവും. പിച്ച വെച്ച് നടന്ന പ്രായത്തിൽ മുറ്റത്ത് കളിച്ചു നടന്ന എന്നെ അയാൾ കട്ടുകൊണ്ടുപോകുന്നതാണ്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരിക്കൽ ആരോടും അയാൾ പറഞ്ഞത് കേട്ടുള്ള അറിവാണ്. ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ തെരുവും ക്രൂരനായ ആ മനുഷ്യനും പിന്നെ അയാളുടെ ചാട്ടവാറിന്റെ അടിയും മാത്രം. എടാ ചെറുക്ക, ആ കോയോടെ വായിക്കേ, വായിക്കാൻ. നിന്നെ ഞാൻ സ്വർഗദൂതനെ പോലെ എന്റെ മുന്നിൽ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന് എന്നോട് അലിവ് തോന്നി. ആ വലിയ മനുഷ്യൻ എന്റെ രക്ഷകനായി. ഓർമ്മ വയ്ക്കും മുമ്പേ നഷ്ടപ്പെട്ടുപോയ സ്നേഹവും വാത്സല്യവും എല്ലാം അദ്ദേഹത്തിലൂടെ എനിക്ക് തിരിച്ചു കിട്ടി. സ്നേഹിക്കാനും സ്വന്തമെന്ന് അവകാശപ്പെടാനും അദ്ദേഹത്തിന് ആരുമുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഭാര്യയുമായി പിണങ്ങിപ്പിരിഞ്ഞ് ഒറ്റയ്ക്കായിരുന്ന ജീവിതം. ആ ഏകാന്തമായ ജീവിതത്തിലേക്ക് ഒരു കുരുന്ന് വെളിച്ചം ഞാൻ. അദ്ദേഹം എന്നെ മോനെ എന്ന് വിളിച്ചു. അന്നു മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ഏബിക്കുട്ടനായി. ജനിച്ചതെന്നാണെന്നറിയില്ല. തെരുവിൽ നിന്നും എന്നെ കണ്ടെടുത്ത ദിവസം അതെന്റെ ജന്മദിനമായി. എല്ലാ വർഷവും മതിമറന്ന് ഞങ്ങളത് ആഘോഷിച്ചു. സകല സൗഭാഗ്യങ്ങളും തികഞ്ഞ കോളേജിലാണ്. Friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them. The good is often interred with their bones. So let it be with Caesar. ഹോസ്റ്റലിൽ വെച്ച് ഒരു ദിവസം അപ്രതീക്ഷിതമായിരുന്നു ആ ന്യൂസ്. ഡാഡിയുടെ മരണം. എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും അതോടെ തകർന്നു.
പണ്ടെങ്ങോ പിണങ്ങിപ്പോയ ഡാഡിയുടെ ഭാര്യ മരിച്ച ദിവസം കരഞ്ഞു വിളിച്ചുകൊണ്ട് കയറി വന്നു. കൂടെ 2 സഹോദരന്മാരും. പിന്നെ അവർ തിരിച്ചുപോയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഡാഡിയുടെ ഒരേ ഒരു ദുഃഖം തന്നെ മനസ്സിലാക്കാത്ത, തന്നെ സ്നേഹിക്കാത്ത ഭാര്യയെ ഓർത്തായിരുന്നു. ഡാഡിയുടെ പണത്തോട് മാത്രമായിരുന്നു അവർക്ക് എപ്പോഴും താല്പര്യം. ഡാഡിയുടെ സ്വത്തുക്കൾ ഓരോന്നായി അവരും സഹോദരന്മാരും കൈവശപ്പെടുത്താൻ തുടങ്ങി. തോമസ് എബ്രഹാമിന്റെ വളർത്തുമകൻ ആ വീട്ടിൽ ആരുമല്ലാതായി. ആര് പറഞ്ഞു ഈ ഫോട്ടോ മാറ്റാൻ? താനാരാ ചോദിക്കേ? ഇത് ഡാഡിയുടെ മുറിയാ. തനിക്ക് തോന്നിയ ദിവസം കളിക്കുന്ന സ്ഥലമല്ല. ആണോ? എന്നാലേ ഇന്നു മുതൽ എന്റെ മുറിയാ. ഈ മുറി വൃത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. താൻ പോ. പോകാൻ മനസ്സില്ലെങ്കിലോ? ഇവിടെ കയറി ഭരിക്കാൻ താനാരുവാ? ഇതെന്റെ അളിയന്റെ വീടാ. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ബ്ലഡി ബാസ്റ്റഡ്. കണ്ട തെണ്ടികൾക്ക് കയറി അധികാരം കാണിക്കാനുള്ള സ്ഥലമല്ല. എന്റെ വീടാ ഇത്. അവന് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇറങ്ങി പോടാ ഇവിടുന്ന്. I say you get out! അതുവരെ അനുഭവിച്ച സൗഭാഗ്യങ്ങളെല്ലാം വെറുമൊരു സ്വപ്നമായിരുന്നു എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. ആരോരുമില്ലാതെ, ഒന്നുമില്ലാതെ ഈ വലിയ ലോകത്തിൽ പിന്നെയും ഞാൻ ഒറ്റയ്ക്ക്. കൊച്ചിലെ മോട്ടിക്കാൻ ഇന്ന് അവൻ വണ്ണ് മോട്ടിച്ചു. നാളെ അവൻ എന്റെ പണപ്പെട്ടില്ല. എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? കൊച്ചുകുട്ടിയല്ലേ? മീനില്ലേ? ഉണ്ട്, കരിമീൻ. ഒരു കരിമീൻ ഫ്രൈ. മസാല ഉണ്ടോ? മസാല ഉണ്ട്. ഒരു മസാലയും ഒരു ഡബിൾ ഓംലെറ്റ്. കുടിക്കാൻ എന്തുണ്ട്? ചായ, കാപ്പി. ഹോർലിക്സ് ഇല്ലേ? ഹോർലിക്സ് ഉണ്ടല്ലോ. അപ്പൊ അത് വേണ്ട, 2 ബോൺവിറ്റ. $37.50. വളരെ ചീപ്പാണല്ലോ. അതെ അതെ. എത്രയായി? 38 ഉറുപ്പിയായി. എന്റെ കാശില്ല. അതെന്താ? കാശില്ല. കാശില്ലാണ്ട് പിന്നെ? കാശില്ല എന്ന് പറഞ്ഞാൽ കാശില്ല. ഇനി ഉണ്ടെങ്കിലും തരാൻ മനസ്സില്ല. മനസ്സില്ലെന്നോ? മനസ്സില്ല. വിളിക്കണോ എന്റെ പോലീസിനെ? വിളിക്കാൻ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? എവിടെ വെച്ചാ? പറയടാ. എന്നെ എടാ പോടാന്നൊന്നും വിളിക്കരുത്. അയ്യോ ഇല്ലേ, സാറേന്ന് വിളിക്കാം. എവിടെ വെച്ചാണ് ആവോ സാറേ നമ്മൾ തമ്മിൽ കണ്ടത്? പറയാം. ഇതെന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. 50,000 രൂപയുടെ ടിക്കറ്റാണ് എനിക്ക് വിൽക്കാനുള്ളത്. ഒരു നശിച്ച ഫുട്ബോൾ ടൂർണമെന്റ്. ഒരു 5,000 രൂപയുടെ പേട്രൺ ടിക്കറ്റ് സാർ എടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ഡാഡിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിങ്ങൾ ഇതും പറഞ്ഞ് കെഞ്ചുമ്പോൾ ഞാനുണ്ടായിരുന്നു ഡാഡിയുടെ തൊട്ടടുത്ത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പോലീസ് ക്ലബിന്റെ വാർഷികത്തിനും
നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കുരിശിനും കൈയയച്ച് സഹായിച്ചിരുന്ന ഒരു പാവം പണക്കാരനുണ്ടായിരുന്നു ഈ നാട്ടിൽ, തോമസ് എബ്രഹാം. ഡു യു റിമെമ്പർ ഹിം? മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ മകൻ? മകനല്ല, വളർത്തു മകൻ. ആ, താൻ പൊയ്ക്കോളൂ. സോറി സർ, ഞാൻ പോയില്ല. ബിഷപ്പ് സഹിക്കാഞ്ഞിട്ട് ഒരു ബന്ന് മോഷ്ടിച്ചതിന് ഒരു പാവം ചെറുക്കനെ നിങ്ങളുടെ ആൾക്കാർ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെയ്ത കുറ്റം ഒന്ന് തന്നെയാണ്, മോഷണം. തെരുവിൽ കിടക്കുന്ന ഏതോ തെണ്ടിച്ചെറുക്കൻ, അതുപോലെയാണോ താൻ? ഒരിക്കലുമല്ല. എനിക്ക് തോമസ് എബ്രഹാമിന്റെ മേൽവിലാസം ഉണ്ടല്ലോ. ഒരു ബന്ന് കെട്ടതിന് നിങ്ങൾ അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് കോടതി കയറ്റുമോ? ഇല്ല. ഇവിടെ തെളിയാതെ കിടക്കുന്ന ചിലർ മോഷണങ്ങൾ കൂടി ആ പാവത്തിന്റെ തലയിൽ വെച്ച് കെട്ടും. കോടതി അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും, അവനേക്കാൾ വലിയ കള്ളന്മാരുടെ നടുവിലേക്ക്. ഒടുവിൽ ഒരു പെരും കള്ളനായി അവൻ പുറത്തിറങ്ങും. താൻ ഈ ഫിലോസഫി ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ കെയർ ഓഫിൽ തന്നോട് എനിക്ക് സിമ്പതിയുണ്ട്. യു ക്യാൻ ഗോ. ആ പയ്യനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സോറി സർ, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവനെ കൂടി വിടണം. ഒന്നും പറയണ്ട. നിനക്ക് എന്താണ് പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. അടികൊണ്ടപ്പം നിനക്കൊന്നുണ്ടോ? എല്ലാരും അതെ, എപ്പോഴും എന്നെ തല്ലും. എനിക്ക് ശീലമായി. ഞാൻ ഇനി കക്കൂല സർ. ഞാൻ സാറിന്റെ കൂടെ പോന്നോട്ടെ. വിശക്കുമ്പോ എന്തെങ്കിലും തന്നാ മതി. എന്ത് പണി വേണമെങ്കിലും എടുത്തോളാം. സാറല്ല, ചേട്ടൻ. എനിക്ക് ആരുമില്ല. ഞാൻ ചേട്ടൻ്റെ കൂടെ പോന്നോട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടാച്ചാലും. നിന്നേക്കാളും വലിയ തെണ്ടിയാടാ ഞാൻ. വലിയൊരു തെണ്ടി. അന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള എന്റെ കുട്ടിക്കാലം ഞാൻ അവനിൽ തിരിച്ചറിഞ്ഞു. അതായിരുന്നു തുടക്കം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാകും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ട
കൂട്ടായിരുന്നിടും ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വിശന്നിട്ട് എനിക്ക് കരച്ചില് വരുന്ന രണ്ടാം പാടില്ല, കക്കാനും കൂടി പാടില്ല. കയ്യില് കാശുമില്ല, പിന്നെ ഇങ്ങനെ തിന്നാൻ കിട്ടാ. ഞാൻ പോവാ. വല്ല സിനിമാ തിയേറ്ററിലും പോയി ബ്ലാക്കിൽ ടിക്കറ്റ് വിറ്റാൽ സുഖമായിട്ട് കാശ് കിട്ടും. കുട്ടാ, നീ പോവോ? ഞാൻ പോവും. എങ്കിൽ പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വയ്ക്കോ, ചെന്ന് ബ്ലാക്കിലോ കട്ടോ കാശുണ്ടാക്ക്. എവിടെയെങ്കിലും പോയി തൊലേ, പോടാ. പോണോ അവന്റെ കൂടെ ആർക്കെങ്കിലും? പൊയ്ക്കോ, ആര് വേണമെങ്കിലും പൊയ്ക്കോ. ഞാൻ പോണില്ല. എന്താ എന്താ ഇവിടെ? എണീടാ, എണീക്ക. എന്താണ് ഇവിടെ രാത്രി പിള്ളേരെ കൊണ്ട്? മോട്ടിക്ക് ഇറങ്ങിയാണോടാ? സാറേ, അത് രാത്രി ഉറങ്ങാൻ വേണ്ടിട്ടോ? നിന്നെ തന്നെ സംഭവിച്ചാണത്? മര്യാദയ്ക്ക് സംസാരിക്കാം. മര്യാദയ്ക്ക് സംസാരിച്ചില്ല. നീ എന്ത് ചെയ്യടാ? ഇങ്ങോട്ട് മാറി. പോലീസാണെന്ന് ഞാൻ ഓർക്കത്തില്ല. നീ എന്ത് ചെയ്യടാ റാസ്കൽ? കുട്ടികളെ കൊല്ലേ, കുട്ടികളെ കൊല്ലേ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, താൻ ആരാണെന്നാ തന്റെ വിചാരം? ഇവിടുത്തെ കളക്ടറോ? ഇന്നാളെ ഒരു തെണ്ടിച്ചെറുക്കിന് വേണ്ടിയായിരുന്നു ന്യായം പറച്ചിൽ. ഇപ്പോൾ അതുപോലെ അഞ്ചെട്ടെണ്ണത്തിന്റെ പേരും പറഞ്ഞ് പോലീസ് ഇത് മെക്കിട്ട് കയറി. ഈ തെണ്ടിപ്പിള്ളേരുടെ ചുമതല മുഴുവൻ ഏറ്റെടുക്കാൻ ഇയാളാര്? യേശു ക്രിസ്തു. താൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് വേണ്ടി? എന്തെങ്കിലും ചെയ്യാൻ കഴിയും, കഴിയുന്നിടത്തോളം. തേങ്ങാ കൊല. എന്നാ താൻ ഒരു കാര്യം ചെയ്യും, ഈ ടൗണിൽ 15 കാണും തെണ്ടിപ്പിള്ളേര് എല്ലാത്തിനും പിടിച്ചങ്ങ് ഏൽപ്പിക്കാം. വാനരസേനയെ താനങ്ങ് പോറ്റ്. മിസ്റ്റർ തോമസ് എബ്രഹാമിനോടുള്ള ബന്ധം കൊണ്ട് പറയുക, തെണ്ടിപ്പിള്ളേരുടെ കാര്യം നോക്കാൻ ഇവിടെ ഗവൺമെന്റും ഓർഫനേജും ഉണ്ട്. താൻ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. താൻ ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കാൻ പഠിക്കുക. ആദ്യം സ്വയം രക്ഷപ്പെട്, എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ. താൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. ആ പിള്ളേരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണത്തിനോ ശുപാർശയ്ക്കോ കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാം. താൻ ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കാൻ പഠിക്കുക. ആദ്യം സ്വയം രക്ഷപ്പെട്, എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ. എന്തിനാ എല്ലാരും എന്റെ പുറകെ വരുന്നത്? ആരും കൂടെ വരണ്ട, എവിടെയെങ്കിലും പോയി തൊലേ. പറഞ്ഞത് മനസ്സിലായില്ലേ?
ഒരിക്കലും ഈ കുട്ടികളെ പിരിയാൻ എനിക്കാവില്ലെന്ന് അന്ന് മനസ്സിലായി. അന്ന് നഗരത്തോട് യാത്ര പറഞ്ഞു. പിന്നെ സ്ഥിരമായി എങ്ങും തങ്ങിയില്ല. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, വിതയ്ക്കാതെ കൊയ്യാതെ കളപ്പുരകൾ നിറയ്ക്കാതെ ദേശാടന കിളികളെ പോലെ ജീവിതം. കാപ്പി. കൊള്ളാം, നല്ല കാപ്പി. ഞാൻ വരട്ടെ. ആ, താൻ നാളെ സൗകര്യം പോലെ പള്ളിയിലോട്ടൊന്ന് വാ. ഞാൻ മേടയിലുണ്ടാവും. ശരി അച്ഛൻ. കയറി വരാം. ആ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടോ എബി, ഇന്നലെ തന്റെ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തന്നോട് വലിയ ബഹുമാനം തോന്നി. രാത്രി മുഴുവൻ ഞാൻ തന്നെ കുറിച്ച്, ആ കുട്ടികളെ കുറിച്ചാണ് ചിന്തിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? താനൊരു ക്രൂരനാണെന്നാ. വലിയ ത്യാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് താൻ ഈ ചെയ്യുന്നതൊക്കെ ശുദ്ധ ക്രൂരതയാണെന്നാ. മനസ്സുകൊണ്ട് താനത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പ്രവൃത്തി കൊണ്ട് ഫലത്തിൽ അതാണ് സത്യം. എടോ, തെരുവിൽ തന്നെ ദത്തെടുത്തിട്ട് തന്റെ ഡാഡി എന്താ ചെയ്തത്? തലയിലൊരു കോമാളിത്തൊപ്പിയും വെച്ച് കയ്യിലൊരു ചെണ്ടയും പിച്ചപ്പാത്രമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടോ തെണ്ടാൻ? ഇല്ല. അങ്ങേര് തന്നെ 4 അക്ഷരം പഠിപ്പിച്ചു, വിവരം ഉണ്ടാക്കി. ആ സ്ഥാനത്ത് താൻ ഈ പാവം കുട്ടികളോട് ചെയ്യുന്നതോ? അത് 1ഉം 2ഉം അല്ല. പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷേ നിവർത്തിയില്ല. എങ്ങനെ ഉണ്ടാവും? നാട് മുഴുവൻ നടന്ന് കളിച്ചാൽ തന്നെ 3 നേരത്തേക്കുള്ള വക കഷ്ടിയല്ലേ കിട്ടൂ. ഇവര് വളർന്നു വലുതാകുമ്പോ എന്തായി തീരുമെന്ന് താൻ ആലോചിച്ചിട്ടുണ്ടോ? വലിയ കോമാളികൾ, മുഴുത്ത തെണ്ടികള്. ഇതിലും ഭേദം അവരെ ആ തെരുവിൽ തന്നെ വിട്ടേക്കുന്നായിരുന്നില്ലേ? തമ്മി തല്ലിയും തലകീറി ഒന്നുമില്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവെങ്കിലും അവറ്റകൾക്കുണ്ടായനെ. ഇപ്പോഴും തീരെ വൈകിട്ടൊന്നുമില്ല. ടൗണില് അരമന വക ഒരു ഓർഫനേജ് ഉണ്ട്. അവരെ അവിടെ ആക്ക്. ചെലവ് നടക്കും, പഠിത്തവും നടക്കും. എന്നിട്ട് താൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും, ഞാൻ സഹായിക്കാം. കൂട്ടത്തിൽ കൂടെ പഠിത്തം മുഴുവനാക്കാൻ നോക്ക്. ഒടുവിലൊരു സ്ഥിതിയിലാവുമ്പോ ഉള്ളതിലൊരു ഓഹരി ഇങ്ങനെയുള്ള ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുത്തേക്ക്. അത്രയ്ക്കുള്ള ത്യാഗമൊക്കെ മതി. പോരച്ചോ. അങ്ങനെ ഒളിച്ചോടി പോകാനായിരുന്നെങ്കിൽ അച്ഛനൊരു കാര്യം മറന്നു. ഞാൻ അനാഥനല്ല. എന്നെ അനാഥനാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ആ കുട്ടികളും. ആരും അനാഥരായിട്ട് ജനിക്കുന്നില്ല അച്ഛോ. എന്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും ഓർഫനേജിലേക്ക് പറഞ്ഞയക്കില്ല. അവർ അനാഥരല്ല, അവർക്ക് ഞാനുണ്ട്. ഉറപ്പാണ് അല്ലേ? അതെ. ആ, എന്ത് ചെയ്യാനാ? മുൾപ്പടർപ്പിലൂടെ ഗാകുൽത്തായിലേക്ക് കയറാനാ ചിലർക്ക് വാസന. കേറിക്കോ, ഇരിക്ക്. ഇയാളെന്തൊരു ഇരിക്കടോ. കുടിക്കാൻ കുറച്ച് വൈൻ എടുക്കട്ടെ. വേണോന്നോ വേണ്ടെന്നോ? വേണ്ട. ആ, എന്നാ വേണ്ട. രാവിലെ വൈൻ കുടിക്കുന്ന ബോറ. ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല. താൻ കടന്നു വന്ന വഴികൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇട്ടെറിഞ്ഞിട്ട് പോയേനെ. കർത്താവിന്റെ മുമ്പിൽ താൻ വലിയവനാടൂ. താൻ തോൽക്കാനോ തന്റെ മനസ്സ് തളരാനോ പാടില്ല. ഞാനുണ്ട് തന്റെ കൂടെ. താൻ ഈ കുട്ടികളെ വളർത്തണം, പഠിപ്പിക്കണം, തന്നേക്കാ വലിയവരാക്കണം. പള്ളി വക സ്കൂളുണ്ട് ഇവിടെ. കുട്ടികളെ അവിടെ ചേർത്ത് പഠിപ്പിക്കാം. പള്ളി വക കുറച്ച് സ്ഥലം എന്തെങ്കിലും പേരിന് മാത്രം വാടകയ്ക്ക് വിട്ടുതരാൻ കമ്മിറ്റിക്കാരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. അവിടെ ഒരു കിടപ്പാടം വെച്ച് കെട്ടണം. ആ, എല്ലാത്തിനും ഇയാളൊരു തലയാട്ടി എങ്ങനാടൂ? കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ മാത്രം പോരാ. അവർക്ക് യൂണിഫോം വേണം, പുസ്തകം വേണം, 3 നേരം ഭക്ഷണം വേണം. എവിടെ നിന്ന് എടുത്തു കൊടുക്കും? താൻ ഒരാളെ ഒറ്റയ്ക്ക് കവലയിൽ ചെന്ന് കാരണം പറഞ്ഞ് അതിനുള്ള വക ഉണ്ടാകുമോ?
ഇല്ല. അപ്പൊ അതിനുള്ള വഴി നോക്കണം. 5-6 ആട്, കുറച്ച് കോഴി, അങ്ങനെ ചില്ലറ ഇടപാടി തുടങ്ങാൻ നോക്കാം ആദ്യം. ഒരു ചെറിയ ഫാം. പക്ഷേ അതിനുള്ള പണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമല്ലോ. പോരാത്തിന് കുറച്ച് വല്ലതൊക്കെ എന്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ കാണും. പാതിരിക്ക് എന്തിനാണോ സ്വകാര്യ സമ്പാദ്യം? അതിങ്ങനെ നല്ല കാര്യത്തിന് ഉപകരിക്കട്ടെ. അച്ഛോ, വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരു കൊണ്ട് ചെറുകൂടുകൾ മെടയുമൂലപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും മഴമേഘങ്ങൾ നിഴലേകുമ്പോൾ മയിലിൻ മനസ്സിൽ മണിനൂപുരം പോലെ വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരുകൊണ്ട് ചെറുകൂടുകൾ ഇടയുമൂലപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ. കണ്ണാടിക്കുന്നത്തെ മൈനക്കുഞ്ഞ് വാവഞ്ഞാലിച്ചോലക്കീഴിൽ നീയും വായോ ഒന്നു ചേർന്നു പണിയാം ഒരു കർണികാര ഭവനം ഒന്നു ചേർന്നു പണിയാം ഒരു കർണികാര ഭവനം കനവിൻ മണിമാല ഞൊറിഞ്ഞതിലിന്നൊരു തൊങ്ങലിടാം വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരുകൊണ്ട് ചെറുകൂടുകൾ മെടയുമൂലപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ. പൂവും നീരും കണ്ണാമ്പാറ്റെ ഏരിക്കാറ്റെ വിരുന്നുവായോ പുണ്യമായ നിമിഷം ഇത് സ്വർണവർണ്ണ നിമിഷം പുണ്യമായ നിമിഷം ഇത് സ്വർണവർണ്ണ നിമിഷം ഇനി നാം ഇതിലെ ഒരു കൈ ഒരു മെയ്യോട് ചേർന്നുയരാം വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരുകൊണ്ട് ചെറുകൂടുകൾ മെടയുമൂലപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും മഴമേഘങ്ങൾ നിഴലേകുമ്പോൾ മയിലിൻ മനസ്സിൽ മണിനൂപുരം പോലെ വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരുകൊണ്ട് ചെറുകൂടുകൾ മെടയുമൂലപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ.
ഏയ് വഴിമാറും കുട്ടികളെ. ഏയ് വഴി നിന്ന് മാറും കുട്ടികളെ. ഒന്ന് മാറാൻ മനസ്സില്ല. ആ വണ്ടിയിൽ വന്ന കുട്ടികളെവിടെ? എന്താ കാര്യം? അത് തന്നോട് പറയാനുള്ളതല്ല. താൻ ചെന്ന് അവരുടെ അച്ഛനെയും വിളിച്ചോണ്ട് വന്നേ. അവരുടെ അച്ഛനെ. എന്താ അവർക്ക് അച്ഛനില്ലേ? ഉണ്ടുണ്ട്. ആ എന്നാ ചെന്ന് വിളിച്ചോണ്ട് വാ. വിളിക്കണം. ശരി, വിളിക്കാം. കുട്ടികളുടെ അച്ഛനെയല്ലേ അന്വേഷിച്ചത്? ഇതാണ് അവരുടെ തന്ത, ഞാൻ, ഇവിടുത്തെ ഗൃഹനാഥൻ. ഇനി വന്ന കാര്യം പറഞ്ഞോളൂ. കാര്യം എന്താന്ന് വെച്ചാ പറ. വെച്ചേ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കുട്ടികളും വണ്ടിക്കാരനെ ഞങ്ങളെ വഴി വെച്ച് തള്ളിയിട്ടു. ദേ നോക്ക്, എന്റെ കാല് പൊട്ടി. അവർക്ക് രണ്ടുപേർക്കും ഫ്രാക്ചർ ഉണ്ട്. കഷ്ടമായി പോയി. മക്കളൊരു കാര്യം ചെയ്യും, വേഗം ഏതെങ്കിലും ആശുപത്രി പോ, സമയം കളയണ്ട. തന്റെ സിമ്പതി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ മക്കൾക്ക് എന്തോ വേണം? ആ കുട്ടികളും വണ്ടിക്കാരനെ ഞങ്ങളോട് മാപ്പ് പറയണം. മാപ്പ് പറയണം? എനിക്ക് വിരോധമില്ല, വാ വരാൻ. ഈ ചേച്ചിയോട് നിങ്ങൾ മാപ്പ് പറയണമെന്ന്. നിങ്ങൾ മാപ്പ് പറയുന്നോ? ഇല്ലേ? അയ്യോ, അവർക്ക് വയ്യെന്ന്. പിന്നെങ്ങനെ കുഞ്ഞാപ്പിച്ചേട്ടാ? നിങ്ങൾ പറയുന്നോ? അത് പറയായിരുന്നു. പക്ഷെ ഇത്രയും പ്രായമുള്ള ഞാനേ ഈ പൊടിപ്പിള്ളയുടെ അടുത്ത് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? അത് കഷ്ടമാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? അയ്യോ ചിരിക്കല്ലേ, ഇതിന് ദേഷ്യം വരും. നോക്കിക്കോ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇനി എല്ലാരും ചിരിച്ചേ. കുട്ടികളെ കൊണ്ടല്ല, അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം. കൺട്രി അവന്റെ അഹങ്കാരം കണ്ടായിരുന്നോ? അങ്ങനെ അങ്ങ് തോറ്റെടുക്കാൻ പാടില്ല ചേച്ചി. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. കാരാട്ടയും കുങ്ഫു ചേർത്ത് രണ്ടങ്ങോട്ട് കൊടുത്താലെന്ന് കരുതിയതാ. പിന്നെ എന്താണാവോ ബ്രൂസ്ലി ചേട്ടൻ കയ്യും കെട്ടി അങ്ങ് നിന്ന് കളഞ്ഞത്? അത് പിന്നെ ആനിമൂള് ചോദിച്ചല്ലേ ഞങ്ങളുടെ നേതാവ്. ആ നേരത്തൊരു സിഗ്നലിംഗ് ഒന്നുകൂടായിരുന്നു. ഞാൻ ഇങ്ങനെ കൊണ്ട് എന്റെ കർത്താവേ, പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ യോഗം ഉണ്ടെന്ന് ജാതകത്തിൽ പറഞ്ഞത് നേരായി. എടാ യോഹന്നാൻ കുഞ്ഞെ, അരുമ സന്താനമേ, നീ ഇപ്പൊ അപ്പച്ചനെ കൊന്നു കളഞ്ഞാലോടാ. ഏട്ടാ നിന്റെ പോട്ടെ അങ്കിൾ, യോഹന്നാൻ കുഞ്ഞിനൊരു അബദ്ധം പറ്റിയതല്ലേ. ഇതുപോലൊരു 4-5 അബദ്ധം കാണിച്ചാ അപ്പച്ചന്റെ ചീട്ട് എളുപ്പം വെട്ടാം. എടാ ശലമോൻ കുഞ്ഞെ, നിന്റെ അടുത്തും കാണണല്ലോ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ. അപ്പച്ചനിട്ട് തന്നെ തരണട്ടാ. ചിരിക്കണ കണ്ടില്ലേ അവള്? തേരട്ടെ പോലെ ഇഴഞ്ഞു നടന്ന പിള്ളേരാ. വെക്കേഷന് നീ വന്നത് മുതലാ ഇവരുടെ ചാടലും പറക്കലും ഒക്കെ. കണ്ടോ കണ്ടോ, ഇപ്പൊ ഞാനായി പ്രതി.
വേണ്ട, ഞാൻ നാളെ തന്നെ പോയേക്കാം. കേസ് തീരുമല്ലോ. അയ്യേ, ഞാൻ തമാശ പറഞ്ഞതല്ലേ ആനിമോളെ. വേണമെങ്കിൽ നീയും അങ്കിളിട്ട് 2 തന്നോ, സഹിച്ചോളാം. ജാതകത്തിൽ ഇനി അതും കൂടി ചേർത്താ മതിയല്ലോ. എന്താ കുഞ്ഞിനാമേ? കുളി കഴിഞ്ഞായിരുന്നോ? തല നല്ലോണം തോർത്തിയോ? ഉവ്വ്. പനി പിടിക്കണ്ട. ആ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ വേണോ, കാപ്പി വേണോ? അല്ലെങ്കിൽ വേണ്ട, കുളിക്കാൻ പോകുന്നതിന് മുമ്പല്ലേ ചായ കുടിച്ചത്. ഹോർലിക്സ് ആയാലോ? അത് വേണ്ട, നമുക്ക് ബൂസ്റ്റ് എടുക്കാം. എന്റെ പൊന്നു കുഞ്ഞന്നാമേ, നീ എന്നെ ഇങ്ങനെ പരിപോഷിപ്പിക്കാതെ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണോന്ന് എനിക്ക് കൊതിയുണ്ട്. ആ, വേണ്ടെങ്കി വേണ്ട. അല്ലെങ്കിലും കഞ്ഞിയും കപ്പയും കഴിച്ചിട്ടുള്ള പാരമ്പര്യമല്ലേ നിങ്ങൾക്ക്. കേട്ടോടി ആനിമോളെ, തിന്നണേയും കുടിക്കണേയും കാര്യം പറയുമ്പോ ഈ ഔസേപ്പച്ചന് എപ്പോഴും ഒരു ഇടം തിരിവാ. നിന്റെ അപ്പച്ചനോ മറ്റോ ആയിരുന്നിരിക്കണം. വിളമ്പി വെച്ചാൽ തിന്നുന്ന കണ്ട് വിളമ്പിയോരുടെ മനസ്സ് അറിയും. അതിന് മരിച്ചുപോയ ഇവരുടെ അപ്പച്ചൻ എന്തിനാ? നിലവിലുള്ള നമ്മളെ 2 സന്താനങ്ങൾ മതിയല്ലോ നിന്റെ മനസ്സ് നിറയ്ക്കാനും എന്റെ തടി കേടാക്കാനും. അന്നത്തെ നിന്ദിക്കാതെ ഔസേപ്പച്ചോ, കർത്താവ് പൊറുക്കത്തില്ല. അപ്പച്ചൻ അങ്ങനെയൊക്കെ പറയും. എന്റെ മക്കൾക്ക് എന്താ വേണ്ടത്? ജ്യൂസ് എടുക്കട്ടെ? ഓറഞ്ച് വേണോ, ആപ്പിൾ വേണോ? ആനിമോക്കോ? ആന്റിയുടെ ചോദ്യം കേൾക്കുമ്പോഴേ എനിക്ക് കഴിച്ച പോലെയാ. ഒന്നും വേണ്ട. ആർക്കും ഒന്നും വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ അടുക്കള കിടന്ന് അറിയിക്കുന്നു? പിണങ്ങിയ പോക്ക്. ഇനി ഒന്നും ഉണ്ടാക്കണം മട്ടില്ല. സാരില്ല, ഒരു ദിവസമെങ്കിലും സുഖമായിട്ട് അത്താഴപ്പട്ടിണി കിടക്കാനോ. ഔസേപ്പച്ചോ, അയ്യോ. അത്താഴത്തിന് എന്താ വേണ്ടേ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ? ആ, എവിടെ ഉണ്ടെന്ന് കോഴി. എന്നാ കണ്ണാരം പൊത്തി പൊത്തി കടക്കാരും തേടി തേടി കള്ളനെ പിടിച്ചോണ്ട് വാ. മര്യാദയ്ക്ക് ഓരോരുത്തരായി ചെന്ന് ആനിമോള് ചോദിച്ചിട്ട് മാപ്പുറ. എന്തിനൊന്നോ? ഇന്നലെ ഞങ്ങള് വീട്ടിന്. ഞങ്ങളെ വീട്ടിലല്ലോ, വീണതല്ലേ. ചേട്ടന്മാരാണോ തർക്കുത്തരം പറയുന്നേ? ചെല്ല്, മിണ്ടാണ്ട് പോയി മാപ്പുറ. മനസ്സില്ല, മനസ്സില്ല. മനസ്സില്ലേ? ചുമ്മാ ചെന്നൊന്ന് വരട്ടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. യോഹന്നാൻ കുഞ്ഞെന്തിനാ കുട്ടിയെ തള്ളിയിടാൻ പോയേ? ഷർട്ടിന് കയറി ഒന്ന് പിടിച്ചതേ ഉള്ളൂന്നേ. അലച്ചും കടി താഴെ വീഴുന്നത് ഞാൻ കരുതിയോ? കഷ്ടമായി പോയി. കൊച്ചുകുട്ടിയല്ലേ, അതിന് നൊന്ത് കാണൂലേ? നമ്മളെ മുതിർന്നവര് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്റെ പിള്ളേരേച്ചെല്ലാം പള്ളിയിലെ അപ്പച്ചനോട് പറഞ്ഞ ഞാൻ കേട്ടാ. എന്താ പ്രശ്നം? അമ്മേ, എന്താ വേദനക്കുണ്ടെന്ന് എവിടെ നിന്ന് പുത്രനെയും പിള്ളേരും പോക്കൃത്തരം കാണിക്കുന്നില്ലേ അവരതിര്? ആ ഔസേപ്പച്ചൻ ആരാണെന്നാ കരുതിയേ? ഈ ഇടവകയിലെ ഒരു പ്രമാണി, പള്ളി കമ്മിറ്റിയുടെ ഖജാൻജി, ഇടവക സ്ഥലം സൗജന്യ വാടകയ്ക്ക് വിട്ടുവന്നതേ ഔസേപ്പച്ചൻ കൂടെ ചേർന്നാ. എന്നിട്ട് ഒടുക്കം കേട്ടപ്പോ ഞാൻ കൊച്ചായിപ്പോയി. കുട്ടികളല്ലേ അച്ചോ, അറിയാതല്ല, അറിവ് കൂടിപ്പോയിട്ടാ. അഹമ്മതി, നെകളിപ്പ്, എറിയാൻ വേറെ ഒന്നും കിട്ടിയില്ല. മൊട്ടേ, കോഴിമുട്ട, അത് 1 2 അല്ല 10 100 അത്രയും മുട്ട വിറ്റാ ഒരാഴ്ച ചെലവിനുള്ള കാശ് കിട്ടും. ആ കാശിന് ഗതിയില്ലാതെ വഴി തെന്നിടുന്ന ഇവറ്റകളെ പിടിച്ച് മെത്തേക്ക് എടുത്താൽ നോക്കിയത് എന്റെ തെറ്റ്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. നിർത്താനല്ലേ പറഞ്ഞേ?
അച്ഛൻ പറഞ്ഞ ശരിയാ. തെണ്ടി പിള്ളാര് നന്നാവത്തില്ല. എല്ലാം എന്റെ തെറ്റാ. ഇടവക പ്രമാണിയുടെ മക്കൾ, അവർക്ക് എന്തോ ആവല്ലോ. അതുപോലെയാണോ തെരുവിൽ വളർന്ന ഇവര്? ഞാനത് ഓർത്തില്ല. പെട്ടെന്നുള്ള ക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താൻ ക്ഷമിക്ക്. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. തന്നെ ഈ കുട്ടികളെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചു പോയി. കുട്ടികളെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ബാ, താൻ കുട്ടികളെ ഒരുപാട് തല്ലി. കരയണ്ട കേട്ടോ. എന്താ, ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? ഓ, തല്ലിയതിലുള്ള പ്രതിഷേധം. തോന്നിവാസം കാണിച്ചാ പിന്നെ തല്ലാതിരിക്കാൻ പറ്റുമോ? അതിന് ആഹാരത്തോടെ പണങ്ങുന്നത് എന്തിനാ? വാ, വന്ന് വല്ലതും കഴിക്കേ. വരില്ലല്ലേ? അങ്ങനെയാണോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്, 10. ദേ, ഏത്ത വിട്ടു. ഇനി വന്നില്ലേ ചേട്ടൻ പിണങ്ങും. നോക്ക്, നല്ല കുട്ടികളാണെന്ന് എല്ലാരെയും കൊണ്ട് പറയിക്കണ്ടേ? എന്നാലല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ചേട്ടനൊരു അഭിമാനമുള്ളൂ. ദേ, ചേട്ടന് ഭയങ്കര വിശപ്പ്. വന്നേ എല്ലാരും. റെഡി? 1, 2, 3. വരില്ലല്ലേ? വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ആ, മതിയല്ലേ? നല്ലത്. പിണക്കം മാറിയോ? എനിക്ക് തുടങ്ങാം. കണക്കായി പോയി. കറന്നുകൂട്ടി ചെന്ന് കല്ലെറിഞ്ഞിട്ട് അവസാനം കുത്തു കൊണ്ടപ്പോ ഇവിടെ വന്ന് ചിണുങ്ങ. ഔസേപ്പച്ചന്റെ മക്കൾ പിന്നെ പോട്ടെ, താടിമാടന്മാര് വിവരമില്ല. അതുപോലാണോ നീ കുറച്ച് ലോകം കണ്ടതല്ലേ, 4 ലക്ഷം പഠിച്ചതല്ലേ? എന്ത് കരുതി അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് ഞാനത് വകവെച്ചു കൊടുക്കണോ? ആഫ്റ്റർ ഓൾ ഹു ഈസ് ഹി? ആ, അവൻ ആരാന്ന് നിനക്ക് അറിയില്ല, അതുകൊണ്ടുണ്ടായ കുഴപ്പാ. ആരായാലും എനിക്കെന്താ? കണ്ടാലറിയാം, കള്ള ലക്ഷണ മുഖത്ത്. ഫാദർ എന്തിനാ ചിരിക്കുന്നത്? യു ആർ ടീസിംഗ് മീ. നോ മൈ ഡിയർ, ഐ എം സീരിയസ്. അനിമോള് ബൈബിൾ പഠിച്ചിട്ടില്ലേ? വാ, നമുക്ക് അല്പം നടക്കാം. കുക്ഷപ്പേടിനെയും അയാളുടെ കുഞ്ഞാടുകളെയും കുറിച്ച് അറിയുമോ നിനക്ക്? ഈ മലഞ്ചെരുവിൽ എബിയൻ കുട്ടികളെ ആദ്യം കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നേ. ഇപ്പൊ ആനിമോക്ക് തോന്നുന്നില്ലേ എബിയോടും കുട്ടികളോടും അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ലായിരുന്നെന്ന്? സോറി, ഐ എം റിയലി സോറി.
എന്താ ഇപ്പൊ ചെയ്യുക? തിന്നില്ലെങ്കിൽ കുഞ്ഞന്ന അമ്മ എന്നെ കൊല്ലു അച്ചോ. എന്നെയും. അച്ഛനാ തൊപ്പീനെടുത്ത്. ആ കുട്ടികൾക്ക് കൊടുക്കാം. നല്ല മുന്തിരിങ്ങ. താങ്ക്സ്. അച്ചോ, കുറച്ച് ഇന്ത്യയിലെ പരിപ്പുണ്ട്, എടുക്കട്ടെ? അയ്യോ വേണ്ട, ഇത് തന്നെ അധികമാ. നല്ലതാ അച്ചോ, റാഹേലിന്റെ വീട്ടിന് കൊടുത്തേച്ചതാ. എന്റെ പൊന്നു കുഞ്ഞനാമേ, എന്നെയോ പരിപോഷിപ്പിച്ച് ഈ പരുവത്തിലാക്കി. പാവം അച്ഛനെങ്കിലും ഒന്ന് വെറുതെ വിട്. ഔസേപ്പച്ചനും ഒന്നും തിന്നത്തില്ല. തിന്നുന്നവരെ എന്തിനാ വെറുതെ മുടക്കുന്നേ? എന്നാ തിന്നച്ചോ. ഗുഡ് ഈവനിങ് ഫാദർ. ആ ഗുഡ് ഈവനിങ്. വരൂ വരൂ. ഇതാ നല്ല മുന്തിരിങ്ങ, കഴിച്ചോ. മോളെ, അച്ഛൻ തരുന്നതല്ലേ കഴിക്ക്. വേണ്ട വേണ്ട, അച്ഛൻ കഴിച്ചോളൂ കഴിച്ചോളൂ. എവിടെ പോയി അംഗരക്ഷകന്മാര്? 9 to 4 അവരെ കിട്ടൂല, ക്ലാസ് ഇല്ലേ. പിള്ളേര് സ്കൂളിൽ പോയാ പിന്നെ ആനി നോക്കി എരിപൊരി സഞ്ചാര. സ്കൂൾ വിടുന്ന നോക്കി ഇവള് ഗേറ്റിൽ ചെന്ന് നിൽക്കും തർക്കിട്ടടിക്കാൻ. അല്ലാണ്ട് പിന്നെ ഈ ഓണം കയറാൻ മൂലയിൽ ഞാൻ എന്തെടുക്കാനാ ഫാദർ? ബോറടി എന്ന് പറഞ്ഞാൽ ടെറിബിളി ബോറിംഗ്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പറയും വേണ്ട. ഒരാൾക്ക് മലഞ്ചരക്ക് വ്യാപാരവും വേറൊരാൾക്ക് തീറ്റിപ്പുരാണോ. പറഞ്ഞേക്കാം, ഞാനൊരു ഫലിതം പറഞ്ഞല്ലേ കുഞ്ഞന്നാമേ, ചൂടാവാതെ. വേണ്ട വേണ്ട, മണി എനിക്കൊന്നും വേണ്ട. ഈ കുഞ്ഞന്നാമയ്ക്ക് ഒരു ഹ്യൂമർ സെൻസും ഇല്ലല്ലോ. ആ എങ്ങനെ സഹിക്കുന്നുണ്ട് ഔസേപ്പച്ചോ? ഓടിയോ. അപ്പോഴേ ആവശ്യപ്പെട്ടോ ഇവളുടെ BA പരീക്ഷ കഴിഞ്ഞില്ലേ? എന്താ അടുത്ത പരിപാടി? ബാംഗ്ലൂർക്ക് തന്നെ തിരിച്ചു പോണോന്ന് അവള് പറയുന്നത്, MA ചേരാനേ. തന്റെയും തള്ളിയും ഇല്ലാത്ത കുട്ടിയാ. ഇത്രയും കാലം പഠിപ്പെന്നും പറഞ്ഞ് കോൺവെന്റിലും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ഇനി ഉള്ള നേരത്തെ കൊള്ളാവുന്ന ഒരുത്തിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഈ വക കാര്യങ്ങളൊക്കെ അവരോട് ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, അതാ കുഞ്ഞിന്റെ അമ്മേ നല്ലത്. ആ കമോൺ കമോൺ കമോൺ, എല്ലാവരും വരൂ, വേഗം കേറൂ വേഗം കേറൂ. ആ കേറ കേറ. മക്കളെ, അതിന്റെ പുറത്ത് കയറി കളിക്കല്ലേ, താഴെ ഇറങ്ങ്. ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം കുഞ്ഞാപ്പി ചേട്ടാ. ദേ അവർക്കിവിടെ പണിയുണ്ട്, കറങ്ങലും കളിക്കലൊക്കെ. പിന്നെ അങ്ങനെ ഇപ്പം കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട. ചൈൽഡ് ലേബർ ഇസ് എ ക്രൈം, അറിയോ? നിക്ക് ഞാനും വരാം. വേണ്ട വേണ്ട, കുതിരയോട്ടിക്കാൻ ഞാൻ എക്സ്പെർട്ടാ. ഡോണ്ട് വറി. ഹൈ ഹൈ. നിക്ക് സാറന്മാരിവിടെ നിക്കേ. ഇനി ഫാമിലെ പണി മുഴുവൻ ചെയ്തിട്ട് പോയാൽ മതി. ചേട്ടാ വാ, കുറച്ച് തുണി അലക്കാവുണ്ട്. പോ. കുറച്ചുകൂടി സ്പീഡിൽ പോ ചേച്ചി. സ്പീഡിൽ പോണോ അല്ലേ? ശരി പോട്ടെ. Here we go.
ആനി പൊയ്ക്കോളൂ. ഇനി ഞാൻ ചെയ്തോളാം. ആനിയോട് എനിക്കൊരു വിരോധമില്ല. എല്ലാം ബാബുവിന്റെ വിധി. ആനിയുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. സർവശക്തനായ ദൈവം തമ്പുരാൻ അറിയാതെ ഒരു പക്ഷിത്തൂവല് പോലും കൊഴിയുന്നില്ല. അതോർത്ത് സമാധാനിക്കുക. നാളെ ഞാനും താനും എല്ലാവരും കർത്താവ് വിളിക്കുമ്പോൾ പോയേ ഒക്കൂ. അതാർക്കും തടയാനാവില്ല. പക്ഷെ എന്ന് കരുതി തളരാൻ പാടില്ല. തുടങ്ങി വെച്ച് ഒന്നും മുടക്കാനും പാടില്ല. ഇല്ലച്ചോ, ഇനി ഞാൻ തളരില്ല. ആ, തനിക്കും കുഞ്ഞുങ്ങൾക്കും നല്ലത് മാത്രമേ വരൂ. കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരുമൊരളിക്കുല മിളകിയ ചുരുളളകം. ആർക്കെങ്കിലും ഒന്ന് പാടാമോ? ഞാൻ പാടാം. കള കള കോള കോള കൊക്കക്കോള ഗുരുവി. ചേച്ചി പഠിക്കേ. ആദ്യം മുതലോ. കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരുമൊരളിക്കുല മിളകിയ ചുരുളളകം. എന്താ? നല്ല പാടാമോ? നല്ലൊരു പാട്ട്. അയ്യോ, എനിക്ക് പാട്ടൊന്നും അറിയില്ല. ഞാൻ വെറുതെ. പാട്, ഞങ്ങളോട് കേൾക്കട്ടെ. മിണ്ടായിരിക്കടാ. ചേച്ചി പാടും. കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരുമൊരളിക്കുല മിളകിയ ചുരുളളകം. ഇതാണോ ഇത്ര വലിയ പാട്ട്? ഇത് ആർക്ക് എവിടെങ്കിലും പാടാമല്ലോ. എന്നാ അച്ഛൻ പഠിക്കും. ഞാൻ പാടും. കളകള വിളകുമോനല ഒരു കുളിർ ഒരു പുളകം, കരളിലും മലരിലും. ഇതാരെഴുതിയ പാട്ടത്? താനത്തായിരിക്കുന്നു. എന്നൊന്ന് പാടിക്കേ. ഇത് വളരെ ഈസിയാ. ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു. അത്രയ്ക്ക് ഈസിയാണെങ്കിൽ ഒന്ന് പാടിക്കേ. പാടാം. കള കള മിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, അത്രയും രക്ഷപ്പെട്ടു. കരളിലും മലരിതൾ ഉതിരുമൊരളിക്കുല മിളകിയ ചുരുളളകം. ഇത് ഞാൻ പാടുന്നല്ലേ? കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പാടിക്കേ. ഫാസ്റ്റാ പാടണം? പാടുപെടാ പിള്ളേരെ. പാടിക്കോളായിക്കോളും. പാടട്ടെ. കളകളം മിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരുമൊരളിക്കുല മിളകിയ ചുരുളളകം. കളകളം മിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരുമൊരളിക്കുല മിളകിയ ചുരുളളകം. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം, തൂമിഴികളിലെ നനവിലുമുണ്ടൊരു ലോകം. ആടുമയിലെ പാടും കുയിലെ തേടുന്ന പോലെ താളതരംഗം. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം, തൂമിഴികളിലെ നനവിലുമുണ്ടൊരു ലോകം. കാതോക്കും മാമ്പുള്ളിക്കുഞ്ഞാടേ, മോഹങ്ങളുള്ളിൽ മൂടിവെച്ചെന്നും മോഹങ്ങളുള്ളിൽ മൂടിവെച്ചെന്നും ഓമനിക്കാറില്ലേ. മധുരം തിരയും മനസ്സിൻ ഇളനീരുണ്ട് മന്ദഹസിച്ചിടുമ്പോ, എരുതി പൊരിയും കരളിൻ മരുഭൂവാകെ മേഞ്ഞു വലഞ്ഞിടുമ്പോ, പിന്നെ ഒരു നല്ല തങ്കക്കിനാവിന്റെ സങ്കല്പലോകത്ത് ചെന്നണഞ്ഞിടുന്നു നാം. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം, പൂമിഴികളിലെ നനവിലുമുണ്ടൊരു ലോകം.
പൂങ്കാറ്റേ നിൻവിരൽ തുമ്പിൽ ലാളിച്ചതെന്തേ നിൻവിരൽ തുമ്പിൽ ലാളിച്ചതെന്തേ മൗനങ്ങളെ പോലും ശിശിരം ചികയും ചിറകിൽ കുളിരും കൊണ്ടു പാറി നടന്നിടുമ്പോൾ മഴവിൽ ഇതളായി വിരിയും പനിനീർ പൂവിൽ പാതി മയങ്ങിടുമ്പോൾ വേലിപ്പടപ്പിലെ 4-5 മാലതിപ്പൂവാം കുരുന്നുകൾ താലോലിച്ചിടുകില്ലേ എന്താ എന്ത് പറ്റി എന്താ ഇത് ഒന്നുമില്ല 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 എന്ത് പറ്റും മോനെ ഒന്നുമില്ല ഒന്നുമില്ലേ ഒന്നുമില്ലെന്ന് ഒന്നുമില്ലേ ഒന്നുമില്ല പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം പൂവിളികളിലെ നനവിലുമുണ്ടൊരു ലോകം പാടുമയിലെ പാടുകുയിലെ തേടുന്ന പോലെ താളതരംഗം പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം പൂമിഴികളിലെ നനവിലുമുണ്ടൊരു ലോകം ആടുമയിലെ പാടുകുയിലെ തേടുന്ന പോലെ താളതരംഗം ലയതാളതരംഗം ലയതാളതരംഗം ഇത് നോക്കിയേ ആനിമൽ ചേച്ചിയുടെ സമ്മാനാ പുതിയ ഉടുപ്പ് ഇന്ന് ആനിമൽ ചേച്ചിയുടെ പിറന്നാളാ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ താങ്ക് യു. എല്ലാവർക്കും സമ്മാനം കൊടുത്തു എനിക്ക് മാത്രമൊന്നുമില്ലേ കുഞ്ഞാടുകളെ മേയ്ക്കുന്ന ആട്ടിടയന് സ്വർഗസംഗീതം പൊഴിക്കുന്ന പുല്ലാങ്കുഴൽ. അല്ല പിറന്നാളിന് ഞാൻ അങ്ങോട്ടല്ലേ സമ്മാനം തരേണ്ടത് തന്നോളൂ, വാങ്ങിക്കാൻ റെഡി. എന്താ വേണ്ടത് എന്തും ചോദിക്കാമോ? ചോദിച്ചോളൂ ഈ കുഞ്ഞാടുകളിൽ ഒരാളായി എന്നെയും കൂടി ചേർക്കാമോ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടു മലാളി. ഇന്നു മുഴുവൻ ഞാൻ ഏകനായ കുന്നിൻ ചരിവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഇന്നു മുഴുവൻ ഞാൻ ഏകനായ കുന്നിൻ ചരിവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം
ആട്ടിടയോ ആട്ടിടയോ എവിടെ പോയി നിങ്ങളുടെ ഇടയൻ? പോ. ആട്ടിടയോ ആട്ടിടയോ. ഏയ് അട്ടിയോ അട്ടിയോ അട്ടിയോ. എന്താ വിളിച്ചേ? ആട്ടിടയോ. ആരോട് ചോദിച്ചിട്ടാ ഇതിനകത്ത് കയറിയത്? ചോദിക്കാൻ മനസ്സില്ലെങ്കിലോ? ആഹാ, പെണ്ണിന് അത്രയ്ക്ക് അഹങ്കാരോ? ആരോടും ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ ഇതിനകത്ത് കയറി വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇഹത്തിലും പരത്തിലും എന്നേക്കും പരസ്പരം കെട്ടപ്പെട്ടിരിക്കുവാൻ ഞാൻ നിങ്ങളെ വിധിക്കുന്നു. സ്വപ്നം എങ്ങനെയുണ്ട്? സ്വപ്നം എപ്പോഴും സ്വപ്നം കാണാനേ കൊള്ളൂ. ഇല്ല അതി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ റിസൾട്ട് ഉടനെ വരും. വേണമെങ്കിൽ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാം. MA-ക്ക് 2 വർഷം കൂടി, പിന്നെ ഇഷ്ടമുള്ളിടത്ത് സെറ്റിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. എബിക്കറിയൂ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചാണ് അപ്പച്ചനും അമ്മച്ചി എന്നെ വളർത്തിയത്. ഒരുപാട് സ്വത്തുക്കൾ, ഒരേ ഒരു മകൾ. മോളുടെ ഏതാഗ്രഹവും ആ നിമിഷം സാധിച്ചു തരുമായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ ഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടത്. കോൺവെന്റിൽ വെച്ച് ഒരു ദിവസം രാവിലെ പത്രത്തിൽ പ്ലെയിൻ ക്രാഷ്. മരിച്ചവരുടെ കൂട്ടത്തിൽ അപ്പച്ചനും അമ്മച്ചിയും. കുവൈറ്റിലായിരുന്നു 2 പേരും. മോളെ കാണാൻ ആർത്തിയോടെ ഓടി വന്നതാ. ഞാനും ഒരു ഓർഫനാ, എബിയെ പോലെ, എബിയുടെ കുട്ടികളെ പോലെ. സത്യത്തിൽ എബിയുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് ദൈവമാണ്. നോക്കൂ എബി,
എന്റെ സ്വത്തുക്കളെല്ലാം എനിക്കിഷ്ടം പോലെ ചെയ്യാം. ആരും എതിര് പറയില്ല. എല്ലാം നമുക്കിവിടെ ചെലവഴിക്കാം, ഫാമിൽ, കുട്ടികൾക്ക് വേണ്ടി. ആനി, അത് എതിരൊന്നും പറയരുത്. ഇപ്പോഴുള്ള കുട്ടികളുടെ കൂടെ ഇനിയും ഒരുപാട് ഒരുപാട് കുട്ടികൾ, അവരുടെ എല്ലാം ചേട്ടനും ചേച്ചിയുമായി, അവരോടൊപ്പം എബിയും ഞാനും. നമുക്ക് കുട്ടികളുണ്ടാവുമ്പോ അവരും ഇക്കൂട്ടത്തിൽ വളരും. അവരാരും ഒരിക്കലും അനാഥരാകരുത്. ആനി, ഡാഡിയുടെ ഡെത്ത് ആനിവേഴ്സറി നാളെയാണ്. കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കണം. വൈകിട്ട് ഞാൻ ടൗണിലേക്ക് പോകും. മറ്റന്നാൾ രാവിലെ തിരിച്ചു വരും. അതുവരെ കുട്ടികൾ... താൻ ധൈര്യമായിട്ട് വയ്ക്കൂ, അവരെ ഞാൻ നോക്കിക്കോളാം. അല്ലെ കുഞ്ഞാപ്പി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്തിനാ കുഞ്ഞാപ്പി? കുട്ടികൾക്ക് ഇപ്പൊ ഞാനും താനും ഒന്നും വേണമെന്നില്ല. മൊത്തം ചായ വേറൊരിടത്തേക്കല്ലേ. ആനിമോളെ അവളുണ്ടാവുമല്ലോ ഭരണത്തിന്. ഇന്നും വല്ല ചേച്ചി മെനിഞ്ഞാന്ന് വരാന്ന് പറഞ്ഞല്ലേ, എന്താ വരാത്തെ? ഇന്ന് ഉറപ്പായിട്ട് വരും. അല്ലെങ്കിൽ നോക്കിക്കോ, വരണില്ലല്ലോ. വരും. ഞാനല്ലേ പറയുന്നത്. മോള് കരയാതെ. ഇനിയിപ്പോ വരില്ലായിരിക്കോ? അവിടെ ചിലപ്പോ വല്ല ജോലിയും കിട്ടിക്കാണും. നീ നിന്റെ കരുനാക്കം വെച്ചൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വന്നില്ല അല്ലേ? ഇല്ല. കുഞ്ഞാപ്പിച്ചേട്ടൻ വന്നില്ലേ? ഇനി നമുക്ക് പോകാം. വേണ്ട, ചേച്ചി ചേട്ടൻ വന്നിട്ട് പോയാ മതി. ചേച്ചി പൊക്കോട്ടെ മക്കളെ. ഞാൻ നാളെ കാലത്തെ ഇനി വരാം. വേണ്ട ചേച്ചി, ഇന്ന് പോണ്ട. ശരി, വരൂ. അവനിങ്ങി വരുമെന്നേ. അതിന് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? പോയിട്ട് ഒരാഴ്ചയായി ഇപ്പോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായി കാണും. അല്ലാണ്ട് അവനെന്തിനാ വൈകുന്നത്? നിന്റെ ഈ പാവം മട്ടൊക്കെ കണ്ട അവൻ ഇനി വരില്ലാന്ന് തോന്നും. അത്രയ്ക്ക് അങ്ങോട്ട് അടുത്ത് പോയല്ലേ. അതല്ല, പിള്ളേരാകെ സങ്കടപ്പെട്ടിരിക്കുക. പിള്ളേര് മനസ്സിലായി. ഇതെവിടെ ആയിരുന്നടോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വരാൻ വൈകുന്നുണ്ട്. ആ കാര്യം പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. ആ പെണ്ണാണെ കരഞ്ഞ് കരഞ്ഞ് പകുതിയായി. കുട്ടികളുടെ കാര്യം പറയാനുമില്ല. കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? എന്തായിരുന്നു അവിടെ ഇത്ര മലമറിക്കുന്ന പണി? എന്താടോ? സ്വപ്നം കാണാനുള്ള ഭാഗ്യം മാത്രമേ എനിക്കുള്ളൂ ഫാദർ. എന്റെ കുട്ടികൾ, അവരെ കുറിച്ച് ഓർക്കുമ്പോ... എബി, താൻ എന്താണ് ഈ പറയുന്നേ? തനിക്ക് എന്ത് പറ്റി? എനിക്കറിഞ്ഞൂടാ. അന്ന് വൈകിട്ടത്തെ വണ്ടിക്ക് തന്നെ തിരിച്ചു പോരാൻ പുറപ്പെട്ടതാണ്. വഴിയിൽ എവിടെയോ തലചുറ്റി വീണു. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ ഏതോ ഹോസ്പിറ്റലിലെ ബെഡിൽ. എന്താണ് സംഭവിച്ചെന്നറിയില്ല. പിറ്റേന്ന് അവരെന്നെ മെഡിക്കൽ കോളേജിലാക്കി. 3-4 ദിവസം ടെസ്റ്റും പരിശോധനയും. ഒടുവിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. വൈകിപ്പോയത്രേ, ഒത്തിരി വൈകിപ്പോയി. നിമിഷങ്ങൾ, ചിലപ്പോൾ ദിവസങ്ങൾ, അത്ര ഇനി ബാക്കിയുണ്ടാവും. ഹാർട്ടിനാണ് തകരാറ്. സാധാരണ മട്ടിൽ ഇത്രയും നാൾ ഞാൻ ജീവിച്ചു എന്നതിലാണ് ഡോക്ടർമാർക്ക് അത്ഭുതം. ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ അവരെന്നെ അനുവദിച്ചില്ല. 1-2 ദിവസം ഞാൻ പിടിച്ചു നിന്നു. ഹോസ്പിറ്റലിലെ
അപരിചിതമായ ലോകത്ത് മരണം കാത്തുകിടക്കാൻ പേടിയായി. കുട്ടികളെ കാണണം തോന്നി, സ്നേഹിക്കുന്ന എല്ലാരെയും കാണണം തോന്നി. രാത്രി ആരും കാണാതെ ഇറങ്ങിപ്പോന്നു. ആരെയും അറിയിക്കരുതെന്ന് കരുതിയതാണ്. ഇവിടെ വന്ന് പഴയതുപോലെ ചിരിച്ച് കളിച്ച് പാട്ടുപാടി തമാശകൾ പറഞ്ഞ് ഒരു നിമിഷം പെട്ടെന്നില്ലാതാവുക. ചേട്ടൻ വന്നു. പിണക്കം എല്ലാരും? ചേട്ടന് പറഞ്ഞ സമയത്ത് വരാൻ പറ്റിയില്ല. മക്കളെ വിഷമിച്ചോ? ഇതാ നോക്കിയേ, ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. കളിപ്പാട്ടങ്ങള്, കളർ പെൻസിൽ, വാട്ടർ ബോട്ടിൽ, പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പിണക്കം മാറിയില്ലേ? കുട്ടികൾക്കുള്ളത് വാങ്ങിയപ്പോ ആനിക്കും എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നി. സാരിയാ. സാരി ഉടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല, ഉടുക്കുമെന്നും അറിയില്ല. എങ്കിലും ഒരു ആഗ്രഹം തോന്നി വാങ്ങി. ആനിക്കും എന്നോട് പിണക്ക? ആരും പിണങ്ങണ്ട. ഇനി ഞാൻ എങ്ങും പോവില്ല. പോരെ? ഇനിയും പിണക്കം മാറിയില്ലേ? ശരി. ദേ, ചേട്ടൻ ഏത്ത വിടാൻ പോവാ. ഞങ്ങളുടെ Attention! Show your marks. ക്ലാസ്സിൽ ഞങ്ങളെ ഏറ്റവും ഫസ്റ്റ്. ഒന്ന് തുള്ളിച്ചാടേ ബി. ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ? ചേട്ടന് സന്തോഷമായി. എന്റെ മക്കള് മിടുക്കന്മാരാ. കണ്ടോ കണ്ടോ, എന്റെ മക്കള്. എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ ഇങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് വേണം. ഇല്ല, ക്രെഡിറ്റ് മുഴുവൻ ആനി എടുത്തോളൂ. എനിക്കൊന്നും വേണ്ട. അതൊക്കൂല. നമുക്ക് പങ്കിട്ടെടുക്കാം. എല്ലാം പങ്കുവെക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. എബി, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? എങ്ങനെ വേണം പറഞ്ഞേ? എല്ലാ ആനിയുടെ ഇഷ്ടത്തിന് വിട്ടുതന്നിരിക്കുന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം. 2 ദിവസത്തിനകം എന്റെ റിസൾട്ടും വരും. ക്ലാസ് ഉറപ്പാ. രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. എന്താ? ചെറിയ തോതിലൊന്നും പോരാ, ഗംഭീരമാക്കണം. ശരിക്കും ഒരു ഫെസ്റ്റിവൽ. ഇവിടെ ഒരു കൊച്ചു സ്വർഗമുണ്ടെന്ന് ഈ ലോകം മുഴുവനും അറിയണം. നമ്മുടെ ഈ സ്വർഗത്തിന് ഞാനൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഹെവൻ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങളുടെ സ്വർഗം. എന്താ എബിയൊന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ പോയി ഉടുപ്പൊക്കെ മാറ്. പിന്നെ ആന്റിയോടും അങ്കിളിനോടും എല്ലാം പറഞ്ഞു.
ആദ്യം കുറെ ബഹളം ഉണ്ടാക്കി. പിന്നെ ഞാൻ അവസാനത്തെ ആയുധം പുറത്തെടുത്തു. സെന്റിമെന്റ്. കരച്ചില്, മൂക്ക് വീഴ്ചില്, അതില് രണ്ടുപേരും വീണു. അങ്കിൾ എബിയെ കാണാനിരിക്കുക. മറ്റന്നാ ഞാനും അങ്കിളും ബാംഗ്ലൂർക്ക് പോവും. എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് പോരാൻ. പിന്നെ പോകണ്ടല്ലോ. ഒരാഴ്ച ചെറിയൊരു വിരഹം. തിരിച്ചു വന്ന എത്രയും വേഗം കാര്യങ്ങളങ്ങ് നടത്തണം. ഹെവൻ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങൾ കൊണ്ട് സ്വർഗം പണിയാൻ പാവം കുട്ടി. അവൾ ഓടി വരും. എന്തു പറഞ്ഞാണച്ചോ ഞാൻ അവളെ ആശ്വസിപ്പിക്കുക? ആനിയുടെ കാര്യം പോട്ടെ. ആദ്യം കുറെ കരയും. കുറെ കഴിയുമ്പോ എല്ലാം മറക്കും. ഇതിനേക്കാളും നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകും. പക്ഷേ കുട്ടികൾ, അവർക്ക് ഞാനില്ലെങ്കിൽ പിന്നെ ആരുണ്ട്? അച്ഛനുണ്ടാവും. പക്ഷെ അവർക്ക് വേണ്ടി ജീവിക്കാൻ അച്ഛനാവില്ലല്ലോ. എല്ലാവരും പഠിക്കാൻ മിടുക്കന്മാരാ. പക്ഷെ വീണ്ടും തെരുവിലിറങ്ങിയാൽ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എബി, നീ വെറുതെ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. ഞാൻ പറയുന്ന കേൾക്ക്. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ആശുപത്രി പോവാം. കർത്താവ് കരുണയുള്ളവനാ. വേണ്ട അച്ഛോ, മരണം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ലല്ലോ. നീട്ടിവെക്കാൻ കഴിഞ്ഞേക്കും. എത്ര നാളത്തേക്ക്? വേണ്ട, ഇനി അധിക സമയമില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാനെങ്ങോട്ടുമില്ല. അവസാന നിമിഷങ്ങൾ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛോ. മോനെ, എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ ദുഃഖിക്കരുത്. കുട്ടികൾ, അവരുടെ കാര്യം ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. അവരെ ഓർഫനേജിലാക്കണം. അച്ഛൻ ആദ്യം അത് പറഞ്ഞപ്പോ ഞാൻ എതിർത്തു. അനാഥരെന്ന മേൽവിലാസവുമായി അവർ വളരരുത് എന്നെനിക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഇല്ല. അവർ അനാഥരാണ്. They are orphans. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അവിടെ നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും. അവരുടെ കൂടെ കളിക്കാം, സ്കൂളിൽ പോകാം. തൊട്ടടുത്ത സ്കൂള്. വേണ്ട, എബിച്ചേട്ടൻ ഉണ്ടാവില്ലല്ലോ അവിടെ. ചേട്ടൻ അത്യാവശ്യമായ ഒരിടം വരെ പോവുകയല്ലേ. വരാൻ ചിലപ്പോൾ വൈകും. അതുവരെ നിങ്ങൾ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? അത് സാരില്ല, അനിമോളേച്ചില്ലേ? ചേച്ചി ബാംഗ്ലൂർ പോയിരിക്കല്ലേ? നാളെ അച്ഛൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങള് പോവില്ല. പോണം. ചേട്ടനല്ലേ പറയുന്നത്. നിങ്ങൾക്ക് മിടുക്കന്മാരാവണ്ടേ, പഠിച്ചു വലിയ ആൾക്കാരാവണ്ടേ. ചേട്ടൻ എപ്പോഴാ തിരിച്ചു വരിക? ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ
എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ ഈ ഗാനമില്ലാതെ ആകും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയന്റെ മനമാകുമേ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. കേട്ടതൊക്കെ സത്യമാണോ? അല്ലാന്ന് പറയവേ. എല്ലാവരും പറ്റിക്കാൻ വെറുതെ കള്ളം പറഞ്ഞല്ലേ? ആന്റി പറഞ്ഞ അറിഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഇല്ല, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എബിക്കൊന്നുമില്ല, എന്റെ എബിക്കൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴാ വന്നത്? എന്നാലും ഞാൻ ഇത്രയും വൈകി അറിയണമായിരുന്നു. ഇത്ര കന്യായിട്ടാണോ എന്നെ കരുതിയത്? കരയരുത്. നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ട ബേബി. എനിക്ക് പേടിയാവുന്നു.
കുട്ടികളെ ഓർഫനേജിലാക്കിയല്ലേ? ഞാൻ എങ്ങോട്ട് പോവും? എവിടെ പോയാലും ഞങ്ങൾക്ക് എബിയെ മറക്കാൻ പറ്റുമോ? കുട്ടികളെ കാണാതെ എബിക്ക് മനസ്സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ? എന്തിനാ അവരെ പറഞ്ഞയച്ചത്? അവർക്ക് ഞാനില്ലേ? ഞാൻ പോയി അവരെ വിളിച്ചോണ്ട് വരട്ടെ. വേണ്ട. കൈനിറയെ സമ്മാനങ്ങളുമായി ചേട്ടൻ വേഗം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ പോയിരിക്കുന്നത്. അവരൊന്നും അറിയരുത്. കാണാതാകുമ്പോൾ, കാത്തു കാത്തു മടുക്കുമ്പോൾ ക്രമേണ അവർ ചേട്ടനെ മറന്നുകൊള്ളൂ. പിന്നീട് എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമാകുമ്പോൾ വെറും ഒരു ഓർമ്മ മാത്രമായി അവരുടെ മനസ്സിൽ ഞാനുണ്ടാകും. അത് മതി. ആനി പൊയ്ക്കോളൂ. നേരെ ഒരുപാടായി. ഇല്ല, തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. പോകാൻ എനിക്ക് പേടിയാ. ഒരു നിമിഷം കണ്ണൊന്നടയ്ക്കാൻ കൂടി പേടിയാവുന്നു. അതിനിടയിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പൊയ്ക്കളഞ്ഞാലോ? പോവോ എബി? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവോ? കണ്ടു മതിയായില്ല, സ്നേഹിച്ച് മതിയായില്ല. ചേട്ടാ, 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 ചേട്ടനെ കാണുന്നില്ല ചേച്ചി. എവിടെ? അതാ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ.